ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്രയിലേ നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് സ്കോട്ടിഷ് ബോർഡറും കാണാം. ഓക്കെ, ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ നിന്ന് ഞാൻ ന്യൂകാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോ ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ കണ്ടോ? വണ്ടിയുടെ എല്ലാം വളരെ ലൈനിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്ന, അതുപോലെ ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഒരു വശത്തെ ഫാം ലാൻഡാണ്, ഒരു സ്ഥലത്ത് മറു സൈഡ് വരുന്നത് കടലുമാണ്. നല്ലൊരു വ്യൂ ആണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടു പോകുന്നതിനിടയ്ക്ക് കുറച്ച് ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. പ്രത്യേകിച്ച് അത് ന്യൂബീസ് ബിഗിനേഴ്സിനും ന്യൂപാസ് ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ടിപ്സ്, അതുപോലെ തന്നെ നമ്മൾ അസസ്മെൻറ്റിന് പോകുമ്പോൾ പലർക്കും ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ കണ്ടോ, അത് എന്താണെന്ന് അറിയാൻ പാടില്ല, എന്തോ കൃഷി ചെയ്തിരിക്കുന്ന ഫുള്ള് ഷീറ്റ് വെച്ചിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോസ് ആണോ അതോ കോളിഫ്ലവർ ആണോ എന്ന് അറിയില്ല കേട്ടോ. നല്ലൊരു വ്യൂ, നല്ല കണ്ടോ, കുറേ ഏരിയ ഉണ്ട്. അത് അപ്പുറത്ത് കണ്ടോ കടലാണ്. നല്ല നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് ട്രാമ്പിങ്ങും ട്രെക്കിങ്ങും എന്താണെന്ന് നോക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പലർക്കും ഇൻ്റർവ്യൂവിലൊക്കെ അത് വരുമ്പോൾ പുതിയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ട്രാമ്പിംഗ് ആണോ ട്രെക്കിംഗ് ആണോ സെലക്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ട്രാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ അവേ ഫ്രം ഹോം ആയിരിക്കും. അതായത് നമ്മൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നമ്മൾ ട്രെക്കിൽ തന്നെയായിരിക്കും. നമ്മുടെ ഓഫീസും വീടും എല്ലാം ട്രെക്ക് തന്നെയായിരിക്കും. അതായത് ഒരു പോയിൻ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ രാജ്യങ്ങൾ വരെ നമുക്ക് ട്രിപ്പ് ഉണ്ടാവും. വേറെ യൂറോപ്യൻ കൺട്രീസിൽ വരെ ട്രിപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡിപ്പോയിൽ തന്നെ തിരിച്ചെത്തും. ഇതിനെയാണ് നമ്മൾ ട്രാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് നമുക്ക് ഡെയിലി പോയിട്ട് വരാവുന്ന ട്രിപ്പുകളായിരിക്കും. അപ്പോൾ ട്രെക്കിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഒരു ട്രെയിലർ കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ടിട്ട് വേറൊരു ട്രെയിലർ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരായിരിക്കും. അതായത് 1 സ്റ്റോപ്പ് ട്രെക്കിംഗ് ആയിരിക്കും. ചിലത് 2 to 3 സ്റ്റോപ്സ്, ചിലപ്പോൾ സ്റ്റോർ ഡെലിവറീസ് വരും. അപ്പോൾ സ്റ്റോർ ഡെലിവറീസ് ഒരു 4-5 കൂടുതൽ വരാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. അത് ഇത്തിരിയും കൂടി പാടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ റൗണ്ട് അബൌട്ട് കണ്ടോ? ഈ റൗണ്ട് അബൌട്ടുകൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴേ റൈറ്റിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് പ്രിഫറൻസ്. അവരെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ കയറുള്ളൂ. അതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നമുക്ക് എവിടെ നിന്നാണോ എക്സിറ്റ് ആവേണ്ടത് അവിടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ പോകും. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇവിടെ റൗണ്ട് അബൌട്ടൊക്കെ എല്ലാവരും ഇത് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ റൗണ്ട് അബൌട്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സേഫ് അപ്രോച്ച് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മൈൽസിൽ നമ്മൾ നിർത്തണം. കാരണം എപ്പോഴും നമ്മൾ ഹെവി ലോഡും കാര്യങ്ങളും വെച്ചിട്ട് ഒരു 10-40 അടി നീളമുള്ള ട്രെയിലർ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ സേഫ്റ്റി എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ട്രെയിലറുകളെ കുറിച്ച് പറയാം. ട്രെക്കിങ്ങിലായാലും ട്രാമ്പിങ്ങിലായാലും ട്രെയിലറുകൾ പല ടൈപ്പ് ട്രെയിലറുകൾ നമുക്ക് കിട്ടാം. അത് നമ്മുടെ വർക്കിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഓരോ കമ്പനി ഏതൊക്കെ വർക്ക് എടുക്കുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ ട്രെയിലറുകൾ നമുക്ക് കർട്ടൺ സൈഡ് ട്രെയിലർ ഉണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ് ട്രെയിലർ എന്ന് പറയും. അത് നോക്കിയേ, എന്ത് രസമല്ലേ ആണോ? ഇതിൻ്റെ ലെഫ്റ്റിൽ കടൽ, ഫണ്ടാസ്റ്റിക് വ്യൂ അത്. ഓക്കെ, വിഷയത്തിൽ നിന്ന് പോയി. അപ്പോൾ സോഫ്റ്റ് ട്രെയിലർ എന്ന് പറയും. പിന്നുള്ളത് റീഫർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ട്രെയിലർ. പിന്നെ കണ്ടെയ്നേഴ്സ് നമുക്ക് അറിയാമല്ലോ, പോർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ കണ്ടെയ്നർ ട്രെയിലർ.
പിന്നെ വരുന്നത് ബോക്സ് ട്രെയിലറാണ്. അതായത് റിജിഡ് ബോഡിയുള്ള ട്രെയിലറുകൾ ബോക്സ് ട്രെയിലർ എന്ന് പറയും. ട്രെയിലറുകൾ നമുക്ക് ഡബിൾ ഡെക്കർ ട്രെയിലറും ഉണ്ട്, സാധാ സിംഗിൾ ഡെക്കും ഉണ്ട്. ഈ ഡബിൾ ഡെക്ക് ട്രെയിലർ നമുക്ക് ഇവിടുത്തെ ഏറ്റവും കൂടിയ ട്രെയിലർ ഹൈറ്റ് വരുന്നത് ഏകദേശം 16.4 വരെയൊക്കെയാണ്. 16.4 നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈറ്റ് വരുന്ന ട്രെയിലർ. ഓക്കെ, ഇപ്പോൾ ട്രങ്കിങ്ങിൻ്റെയും ട്രാമ്പിങ്ങിൻ്റെയും കുറച്ച് പ്രോസ് ആൻഡ് കോൺസും ഞാൻ പറയാം. അപ്പോൾ ട്രാമ്പിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മണി വൈസ് നല്ല പൈസ കൂടുതലായിരിക്കും. ഏത് കമ്പനിയും നമുക്ക് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സാലറി കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്ന് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ 1 വീക്ക് എന്ന് പറഞ്ഞ് പോയാലും നമുക്ക് റോട്ടിലെ കാര്യങ്ങളാണ് ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കാം. ഡെയിലി വീട്ടിൽ വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും റോഡിൽ വരുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും നമ്മൾ ഫേസ് ചെയ്യണം. നമ്മുടെ ഹോം ഡിപ്പോന്ന് അകലെയായിരിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാമ്പിംഗ് ഒക്കെ നടത്തുന്നതാണെങ്കിൽ നമ്മൾ ഈ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലായിരിക്കും, വേറെ യൂറോപ്പിയൻ ഏതെങ്കിലും കൺട്രിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഹെൽപ്പോ അല്ലെങ്കിൽ എയ്ഡൊക്കെ അവിടെ കിട്ടാൻ ചിലപ്പോൾ താമസിച്ചിരുന്നായിരിക്കും. പിന്നെ അല്ലാതുള്ള കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ട്രെങ്കിങ് ആണെങ്കിൽ നമുക്ക് മണി വൈസ് കുറവായിരിക്കും കമ്പയർഡ് ടു ട്രാമ്പിങ്. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വീട്ടിൽ വരാം. പിന്നെ നമുക്കിപ്പോൾ റോഡിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് എത്തും. അങ്ങനെയുള്ള കുറച്ച് കംഫർട്ട് സോൺ കൂടുതലായിരിക്കും ട്രങ്കിങ്ങിൽ. അതാണ് ട്രങ്കിങ്ങും ട്രാമ്പിങ്ങും അപേക്ഷിച്ചിട്ടുള്ള മെയിൻ പ്രോസ് ആൻഡ് കോൺസ് വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ടേസ്റ്റാണ് ഓരോ വർക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പക്ഷെ തുടക്കക്കാരെന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ആദ്യം കർട്ടൻ സൈഡ് വർക്കൊക്കെ ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ജോലിയും ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് ഈ ഫീൽഡിൽ വളരെ നല്ലതായിരിക്കും. അതെ, ആ കാണുന്ന മേഘങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ടോ? എന്ത് ഷേപ്പാണ് തോന്നുന്നത്? അങ്ങനെ നമ്മുടെ കൊച്ചി എത്തി. കൊച്ചിയല്ല, നമ്മുടെ സ്കോട്ട്ലൻഡ് ബോർഡർ. ഈ കാണുന്നതാണ് സ്കോട്ട്ലൻഡ് ബോർഡർ. അവിടെ ഫ്ലാഗൊക്കെ കണ്ടോ നിങ്ങൾ? ഇതാണ് സ്കോട്ട്ലൻഡ് ബോർഡർ. ഇവിടെ നിന്ന് നമ്മൾ കടക്കുന്നത് നേരെ ഇംഗ്ലണ്ടിനകത്തേക്ക് കടന്നു.